ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 8. ഭക്തി പോലും സൗകര്യത്തിനും ബിസിനസ് രീതിയിലുമായിരിക്കുന്നു. സൂത്രവും തന്ത്രവും കൊണ്ട് ഭഗവാനെ കിട്ടുമോ? ഇന്ന് ഒരുവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രം. ജോലി ലഭിക്കാനായി ഭക്തി വളർത്തി തൊഴിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഭക്തി പിന്നെ തൊഴിലുടമയോട്, ഈശ്വരനോടല്ല. വിവാഹം കഴിക്കാനായി ഭക്തനായി, വിവാഹം കഴിഞ്ഞപ്പോൾ ഭക്തി ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട്, ഈശ്വരനോട് ഇല്ല. ഇവിടെ ഇല്ലാത്ത ഒന്നിനായി, ഭഗവാന്റെ കൈവശം മാത്രമുള്ള ഒന്നിനായി പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ ഈശ്വരനിൽ മാത്രമേ ഉള്ളൂ: ആനന്ദവും ശാന്തിയും. അവ മറ്റെങ്ങുമില്ല. ശരിയായ ഭക്തി ഈ 2 ദിവ്യസമ്പത്ത് നേടുവാനായി പ്രേരിപ്പിക്കും. വളരെ നിർഭാഗ്യകരം, ഇന്ന് ജനങ്ങൾ ആധ്യാത്മിക മേഖലയിൽ പോലും ട്രിക്കുകൾ നടത്തുന്നു. ഹാ കഷ്ടം! അതൊരിക്കലും നല്ല ഫലം നൽകില്ല, തിരിച്ചടിയാവുകയും ചെയ്യും. ഈശ്വരനും ധനവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. നിങ്ങൾക്ക് ഈശ്വരനെ വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ല. ഈശ്വരന് വേണ്ടത് ധനമല്ല, നിങ്ങളുടെ ധർമ്മമാണ്. ആധ്യാത്മികതയുടെ പേരിൽ പരസ്പരം വഞ്ചന, സാമ്പത്തിക ഇടപാടുകൾ, രാഷ്ട്രീയ കളി, ചതിവ്, ഗൂഢാലോചന, കൗശലപ്രയോഗം, ഗൂഢപദ്ധതികൾ, സ്ഥാനമോഹം, ഊഹക്കഥകളുടെ പ്രചാരണം, ചളിവാരിയെറിയൽ ഇവയൊക്കെ ചെയ്യുകയാണ്. ഇതെത്ര നിർഭാഗ്യകരം! നിങ്ങളുടെ മിടുക്കും ട്രിക്കുകളും അടവുകളും ഈശ്വരന് മുന്നിൽ വിലപ്പോകില്ല. ഇത്തരം രീതികളിലൂടെ ഒരിക്കലും ഈശ്വരനെ കിട്ടില്ല. ഒരു ചെറിയ കഥ. ഒരു ധനികന് ഒരു വളർത്തുനായ ഉണ്ട്. ഒരിക്കൽ റോഡിലൂടെ പോയ ഒരാളെ ധനികന്റെ നായ കടിക്കാൻ തുടങ്ങി. മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ വഴിപോക്കൻ കയ്യിലിരുന്ന വടി കൊണ്ട് നായയെ ശക്തിയായി അടിച്ചു. അടിയേറ്റ് നായ ചത്തു. ധനികൻ ക്രുദ്ധനായി. പ്രശ്നം കോടതിയിലെത്തി. വാദം കേട്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജി തിരക്കി, നിങ്ങൾ എന്തിന് നായ ചാകുവാൻ തക്കവണ്ണം തല്ലി? സർ, എനിക്ക് മറ്റൊരു രക്ഷയുമില്ലായിരുന്നു. നായ കടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കയ്യിലിരുന്ന വടി കൊണ്ട് തലയിൽ അടിച്ചു. നിർഭാഗ്യവശാൽ അത് ചത്തു. വിവരം കേട്ടപ്പോൾ ജഡ്ജി ധനികന്റെ നേർക്ക് നോക്കി. ഉടൻ ധനികൻ പറഞ്ഞു, സർ, അയാൾ എന്തിനാണ് എന്റെ നായയുടെ തലയ്ക്ക് തല്ലിയത്? മറ്റെവിടെയെങ്കിലും ആയിരുന്നു അടിച്ചിരുന്നെങ്കിൽ നായ ചാവില്ലായിരുന്നു. ധനികന്റെ വിശദീകരണം കേട്ടപ്പോൾ വഴിപോക്കൻ പറഞ്ഞു, സർ, ആ നായ അതിന്റെ പല്ലുകൊണ്ട് കടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ തലയ്ക്കടിച്ചത്. നായ വാലുകൊണ്ട് എന്നെ കടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വാലിലേ തല്ലുമായിരുന്നുള്ളൂ. ഇത്തരം കൗശലങ്ങളും ഉപായങ്ങളും ആധ്യാത്മികതയിൽ വിലപ്പോകില്ല. മറ്റൊരു ഉദാഹരണം. ഒരു വ്യാപാരി വ്യാപാരാവശ്യത്തിനായി അടുത്ത നഗരത്തിലേക്ക് യാത്രയായി. വ്യാപാരി പുത്രനെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഞാൻ വരുന്നതുവരെ ജോലികളെല്ലാം കൃത്യമായി ഭംഗിയായി ശ്രദ്ധിക്കുക. മാത്രമല്ല, ഞാൻ ലിഖിത ജപം എഴുതുന്ന കാര്യം നിനക്കറിയുമല്ലോ, അതൊരിക്കലും മുടക്കരുത്. മകൻ പറഞ്ഞു, അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു കൊള്ളാം. യാത്ര കഴിഞ്ഞ് വ്യാപാരി തിരിച്ചെത്തി. പുത്രൻ എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിച്ചു. മകൻ താൻ ചെയ്ത കാര്യമെല്ലാം പേപ്പറിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നാമം എഴുതിയ പേപ്പറിൽ ഭഗവാന്റെ നാമത്തിന് താഴെ ഡു ഡു എന്ന് എഴുതിയിരിക്കുന്നു. ഇത്തരം പ്രവൃത്തികളിലൂടെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഒരു കച്ചവടക്കാരൻ ഗുരുവിനോട് വളരെ ആദരവോടെ മന്ത്രോപദേശത്തിന് പ്രാർത്ഥിച്ചു. ഗുരുദേവ, ഞാൻ എൻ്റെ സെക്രട്ടറിയോട് എനിക്ക് വേണ്ടി ഈ മന്ത്രം 1000 ഉരു ജപിക്കുവാൻ പറഞ്ഞുകൊള്ളട്ടെ. ഗുരു ചോദിച്ചു, നിങ്ങളുടെ സെക്രട്ടറി ജപിച്ചാൽ, പൂജ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ഫലം കിട്ടും? നിങ്ങൾക്ക് വിശക്കുമ്പോൾ സെക്രട്ടറി ആഹാരം കഴിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ സെക്രട്ടറിയോട് ജലം കുടിക്കുവാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ രോഗിയായപ്പോൾ മരുന്ന് വാങ്ങി കഴിക്കാൻ സെക്രട്ടറിയെ ആശുപത്രിയിൽ അയച്ചിട്ടുണ്ടോ? എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്! ആധുനിക സാധകരിൽ കണ്ടുവരുന്ന പ്രവണതയാണിത്. ഇതല്ല ഭക്തി. എന്താണ് ഗൃഹസ്ഥാശ്രമം? വിവാഹിതനായി ഭാര്യയും മക്കളും ഒന്നിച്ച് ധാർമ്മിക ജീവിതം നയിക്കുന്നത് ഗൃഹസ്ഥാശ്രമം. ഓരോരുത്തരും തങ്ങളുടെ അവസ്ഥാനുസരണം ലഭിച്ച ചുമതലകൾ ഭംഗിയായി ചെയ്യണം. എല്ലാവരോടും സമത്വത്തിൽ പെരുമാറണം. പ്രായം കൂടുതലുള്ളവരോടുള്ള കടപ്പാടുകളും പ്രായം കുറഞ്ഞവരോടുള്ള ചുമതലകളും ശരിയായി നിർവഹിക്കുക. സഹതാപവും സഹായിക്കാനുള്ള മനസ്ഥിതിയും ഉണ്ടായിരിക്കുക. ആശ്രിത വത്സലനായിരിക്കുക. ദൈനംദിനാനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ ബുദ്ധിമാനായി തീരുക.
ശാസ്ത്രാദികൾ ധരിച്ച് ധർമ്മനിരതനാവുക. അധർമ്മം പ്രവർത്തിക്കരുത്. ചുമതലാബോധത്തോടെ കളത്രപുത്രാദികളെ സംരക്ഷിക്കണം. കുടുംബം, സമ്പത്ത്, സ്വഭാവം, വ്യക്തി സൗന്ദര്യം, യൗവനം, പാണ്ഡിത്യം, ജന്മദേശം, സംയമഗുണം ഇത്യാദി അഷ്ടഗുണമന്മയിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള അഹങ്കാരത്തെ കീഴടക്കിയിരിക്കണം. സമ്പത്ത് ധാരാളം ഉണ്ടെങ്കിലും അഹങ്കരിക്കരുത്. ധർമാർത്ഥ കാമമോക്ഷം എന്നത് കൈവിടാതെ ഇരിക്കുക. നിത്യേന അല്പസമയം പരോപകാരത്തിനു വേണ്ടി വിനിയോഗിക്കുക. അതും ഒരു ഫലവും പ്രതീക്ഷിക്കാതെ. സ്വപത്നിയിൽ നിന്നും വിശ്വാസം നേടുകയും അവരെ വിശ്വസിക്കുകയും അങ്ങനെ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും കൂടി ജീവിക്കുക. ഏതാണ്ട് ഈ വിധമായാൽ ധാർമ്മിക ഗർഹസ്ഥ്യമായി. ഓം തത്സത്ത്.